ഹായ് ഗായ്സ്, അജു ആർട്സ് ആൻഡ് ക്രാഫ്റ്റിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നൊരു വെറൈറ്റി ചിത്രം കേട്ടോ. അതിനുവേണ്ടി ഇതിൻ്റെ കറ പുറന്ന് വരച്ച് കൂട്ടുന്നത്. എന്നിട്ടത് ഇങ്ങനെ ചെറുതായി ലൈൻസായിട്ട് അതിനകത്തോട്ട് ഉള്ളിലോട്ട് നമ്മൾ വരയ്ക്കുന്നുണ്ട് കേട്ടോ. എല്ലാ കളികളും ഇതുപോലെ വരച്ചെടുക്കാറുണ്ട്. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും വരച്ച് തീർക്കുക പെട്ടെന്നല്ല. ഞാൻ കുറച്ച് സമയം എടുത്ത് വരയ്ക്കാനായിട്ട് എന്നാലും വരച്ച് തീർത്തുട്ടോ. പിന്നെ ഈ വീഡിയോ ഇടാൻ വൈകുന്നത് എന്താ വെച്ചാൽ കാലത്ത് മുതൽ കടയിലെ കസ്റ്റമറായിരുന്നു ഗൈസ്. നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ വരയ്ക്കാൻ ഒത്തിരി സമയം പിടിച്ചു. ചിലപ്പോൾ വരയ്ക്കുന്ന നേരത്തേക്ക് കസ്റ്റമർ ഓടി കയറി വരിക, അതുകൊണ്ട് വരയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് വേറെ കളികളിലും ഇതുപോലെ ഉള്ളിലൊക്കെ ഒന്ന് ചെറിയൊരു ഹോൾ വരച്ചിട്ട് ഡാർക്ക് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ കർവായിട്ട് ഇങ്ങനെ വരച്ച് കുറച്ച് ലൈൻസുകൾ വരച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. അതിൽ പകുതി ഷെയ്ഡ് ഈ ആദ്യ ഭാഗം തന്നെ തെറ്റിപ്പോയി ഗൈസ്. പിന്നെ രണ്ടാമത്തെ കളിയിലാണ് ഞാനൊന്ന് ശരിയാക്കി എടുത്തത്. കാരണം ഒരു ഫ്ലോയിൽ വരച്ചപ്പോൾ അങ്ങനെ വരച്ച് പോയി. അങ്ങനെ എല്ലാ കളിയിലും നമ്മൾ വരച്ചെടുക്കാണ്ട് പകുതി ഭാഗം ഡാർക്ക് ഷെയ്ഡ് കൊടുക്കണം, പകുതി നമ്മൾ ഫ്രീ ആയിട്ട് വിടണം. അങ്ങനെ ഒരുവിധം എല്ലാത്തിലും നമ്മൾ അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ കളികളിലും ചെയ്തെടുക്കുന്നുണ്ട്. സമാധാനത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എല്ലാവരും എന്നെപ്പോലെ തന്നെ ആദ്യം തന്നെ ഒരു മിസ്റ്റേക്ക് പറ്റില്ല, എല്ലാവർക്കും പറ്റും. ശ്രദ്ധയില്ലെങ്കിൽ സംഭവം കയ്യിൽ നിന്ന് പോയി ഗൈസ്. എന്നിട്ട് നമുക്കത് ഒരു ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ചുറ്റും ഒരു ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഡബിളാക്കി വരയ്ക്കുന്നുണ്ട് കേട്ടോ. സിംഗിൾ ലെയർ അല്ല, ഇതുപോലെ ഡബിൾ ലെയറാക്കി വരച്ച് കൊടുക്കും. അതിലും നമ്മളിങ്ങനെ ബ്ലാക്ക് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. ഒരു ഭാഗം കട്ട് ചെയ്ത് വരുന്ന പോലെ രീതിയിൽ നമ്മൾ ബ്ലാക്ക് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മൾ ചെറിയ കട്ടേജ് വിടുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ഷെയ്ഡ് വരുന്ന പോലെ ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എല്ലാ ഭാഗത്തും ചെയ്ത് കൊടുക്കുമ്പോൾ ലാസ്റ്റ് ഇതുപോലൊരു ചിത്രം കിട്ടും. അപ്പോൾ ചിത്രത്തിൻ്റെ പേരറിയുന്നവർ കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക.